നിനക്ക് പെട്ടെന്ന് ASPയോട് ഒരു പ്രേമം തോന്നാൻ കാരണം എന്താ? എന്തിനാ അയാൾ വെറുതെ വിടാൻ പറഞ്ഞത്? അയാൾ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത്. നീ അയാളെ ഇനിയും മറന്നിട്ടില്ല അല്ലേ? ഇല്ല. ജാക്കി, ശൈരൻകുട്ടി, എല്ലാം തീർന്നു. എല്ലാവരും അകത്താകും, ഞാൻ ഉൾപ്പെടെ. എന്താടോ കാര്യം പറ. നോക്ക്, അഴിഞ്ഞതാ. ദേ കണ്ടില്ലേ, വലിയ ചതിയായി പോയി. ഇതെങ്ങനെ അവരറിഞ്ഞു? അച്ഛൻ അറിഞ്ഞാ തീർന്നു. പിന്നെ ഇരിക്കപ്രതി ഉണ്ടാവില്ല. വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഈ ന്യൂസ് അവർക്ക് എങ്ങനെ കിട്ടി? ആരാ ഇവരുടെ ആള്? ആളെ എനിക്കറിയാം. ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു പെണ്ണ, അശ്വതി, നല്ല ഡീസന്റ് ആണ്. അയ്യോ, ഞാനല്ല അവർക്ക് ഈ ന്യൂസ് കൊടുത്തത്. അല്ല, സത്യമായിട്ടും അല്ല. ആ പ്രതിപക്ഷ നേതാവ് പിള്ള ഒരലന്ന സാധനമാണ്. രണ്ടാമതും കുത്തി പൊക്കുവോ? എന്തിന്? അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും അയാൾ കാണിക്കില്ല. സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ? അയാളുടെ പാർട്ടിക്കാരല്ല അത് ചെയ്തതെന്ന് അന്നേ അയാൾ മനസ്സിലാക്കി കാണും. തെളിയിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അനങ്ങായിരുന്നത്. ഏതായാലും ഇപ്പൊ അസംബ്ലി ഇല്ല. പിന്നെ ബോംബെയിൽ നിന്ന് വന്നൊരു മാഗസിനിലെ ന്യൂസ് വിലപ്പോവില്ല എന്ന് അയാൾക്കറിയാം. പത്രക്കാർക്ക് എന്താ അടിച്ചുവിടാൻ പറ്റാത്തത്? മറിച്ചു. എന്നാലും ആ പെണ്ണിന് ഈ ന്യൂസ് എങ്ങനെ കിട്ടി? അതൊന്നറിയണ്ടേ? സാഗർ, അവളോടൊന്ന് ചോദിച്ചാലോ? എന്ത് കാര്യം? ചോദിച്ചാൽ അവർ എഴുതിയത് നമ്മൾ സമ്മതിക്കുന്നു എന്നല്ലേ അർത്ഥം? വേണ്ട, അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാലും അവളെ ഒന്ന് പേടിപ്പിച്ചു നിർത്തുന്നതല്ലേ നല്ലത്? പേടിക്കും പേടിക്കും. വേഗം ചെല ശൈലൻകുട്ടി, എടുത്തിയാട്ടാ നിന്റെ കുഴപ്പം. പോയെ